നൃത്തപരിപാടിക്കിടെ ഉമാ തോമസ് MLAക്ക് അപകടമുണ്ടായ കേസിൽ കുറ്റപത്രം ഉടൻ. GCDAക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന് പോലീസ്. വേദി ഒരുക്കിയ മൃദംഗവിഷന് ഗുരുതര വീഴ്ച സംഭവിച്ചെന്നും പോലീസ്. മൃദംഗവിഷൻ CEO ഉൾപ്പെടെയുള്ളവരാണ് കേസിലെ പ്രതികൾ. വിശദാംശങ്ങളുമായി റിയ ചേരുന്നുണ്ട്. റിയ, ഗുഡ് മോർണിംഗ്. കുറ്റപത്രം സമർപ്പിക്കാനിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും അധികം ഈ കേസുമായി ബന്ധപ്പെട്ട കുറ്റം ചേർത്തിട്ടുള്ളത് മൃദംഗവിഷന് മാത്രമാണ്. പോലീസിന്റെ ഭാഗത്ത് യാതൊരു തരത്തിലുള്ള വീഴ്ചകളും ഉള്ളതായി പറയുന്നില്ല. ഒപ്പം GCDAയുടെ ഭാഗത്തും വീഴ്ചകൾ ഉള്ളതായി പറയുന്നില്ല. സത്യത്തിൽ ഇതെല്ലാവർക്കും ചേർന്ന് ഈ വീഴ്ചയ്ക്ക് ഉത്തരവാദിത്വമില്ലേ? മോദി, ഗുഡ് മോർണിംഗ്. ഉമാ തോമസ് MLAക്ക് പരിക്കേറ്റ ആ സമയത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ പ്രധാനമായും ആരോപണം ഉന്നയിച്ചിരുന്നത് GCDAക്കെതിരെയും അതോടൊപ്പം തന്നെ പോലീസിനെതിരെയും ഒപ്പം മൃദംഗവിഷനെതിരെയുമാണ്. ഈ കേസിൽ പാലാരിവട്ടം പോലീസാണ് അന്വേഷണം ആരംഭിച്ചത്. 2 കേസുകൾ എടുത്തിരുന്നു. ഒന്ന് അപകടമുണ്ടാക്കിയതുമായി ബന്ധപ്പെട്ട കേസ്, മറ്റൊന്ന് സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് സംഘാടകർക്കെതിരായ കേസ്. ഇതിൽ ആദ്യ കേസിലാണ് പോലീസിന്റെ അന്വേഷണം പൂർത്തിയായി ഇനി ഉടൻ തന്നെ കുറ്റപത്രം സമർപ്പിക്കാൻ പോകുന്നത്. GCDAക്ക് യാതൊരു തരത്തിലുമുള്ള വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നതാണ് ആ കുറ്റപത്രത്തിൽ പോലീസിന്റെ കണ്ടെത്തൽ. മൃദംഗവിഷൻ വലിയ വീഴ്ച സംഭവിച്ചു. സ്റ്റേജ് നിർമ്മിക്കുന്നതിലും അതിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിലും സംഘാടകർ എന്ന രീതിയിൽ മൃദംഗവിഷന് വീഴ്ച സംഭവിച്ചുവെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മൃദംഗവിഷൻ CEO, ഡയറക്ടർ ഉൾപ്പെടെയുള്ളവരെ ഈ കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത്. GCDAയുടെ എഞ്ചിനീയറിംഗ് വിഭാഗത്തെയൊക്കെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ അങ്ങനൊരു വീഴ്ച ഉണ്ടായിട്ടില്ലെന്നൊരു കണ്ടെത്തലിലേക്ക് പോലീസ് എത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ കേസിൽ അപകടം നടന്നതിന് പിന്നാലെ 200-ലധികം പേരുടെ മൊഴിയാണ് പോലീസ് രേഖപ്പെടുത്തിയത്. അത്രയും അധികം ആളുകളെ ചോദ്യം ചെയ്തിരുന്നു. GCDA പ്രതിനിധികളെ ചോദ്യം ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ മൃദംഗവിഷന് പുറമെ ആ സ്റ്റേജിന്റെ സബ് കരാർ കൊടുത്തിരിക്കുന്ന നിരവധി ആളുകളെയൊക്കെ ചോദ്യം ചെയ്തിരുന്നു. അതിനൊടുവിലാണ് കുറ്റപത്രം സമർപ്പിക്കാൻ പോകുന്നത്. പോലീസിന്റെ കണ്ടെത്തലിൽ GCDAക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ല. മൃദംഗവിഷനാണ് ഈ സ്റ്റേജിന്റെ സുരക്ഷതയുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയായിരിക്കുന്നത്. ശരി അറിയാം.